ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നൊരു മുട്ട റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമുക്ക് സാധാരണ നമ്മൾ മുട്ടത്തോരനും മുട്ട ബുർജിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. നമുക്ക് അങ്ങനെ എന്ത് വേണേലും വിളിക്കാവുന്നതാണ്. മുട്ടത്തോരനെന്നോ മുട്ട ബുർജിയെന്നോ എങ്ങനെ വേണേലും നമ്മുടെ ഈ റെസിപ്പിയെ വിളിക്കാവുന്നതാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മുട്ട വെച്ചിട്ടുള്ളൊരു തോരനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മുട്ടത്തോരൻ അല്ലെങ്കിൽ മുട്ട ബുർജി ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള മുട്ട തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്ന വെളുത്തുള്ളിയാണ്. ഒരു 10-15 അല്ലി വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ വെളുത്തുള്ളിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഒരു മിക്സിഡ് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൊണ്ടിട്ടിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരുപാടങ്ങ് ഫൈൻ പേസ്റ്റ് ആവേണ്ട, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. ഇനി നമുക്ക് വേറൊരു പാൻ എടുക്കാം. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് ജീരകവും കടുകും ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1/2 ടീസ്പൂൺ വീതം ജീരകവും 1/2 ടീസ്പൂൺ കടുകുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ജീരകവും കടുകും നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കണം. സവാളയ്ക്ക് പകരം വേണമെങ്കിൽ കൊച്ചുള്ളി വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു വലിയ സവാളയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം അങ്ങോട്ട് പൊടിയായിട്ട് അരിയൊന്നും വേണ്ട, ഇതുപോലെ അരിഞ്ഞിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതിയാകും. എന്നിട്ട് നമുക്കിനി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു പച്ചമുളകാണ് എടുക്കുന്നത്. ഇത് ഇത്തിരി എരിയുള്ള പച്ചമുളകാണ്. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിൻ്റെ അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചമുളക് സവാളയൊക്കെ ഇട്ടതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങ് കളറൊന്നും ചേഞ്ച് ആവേണ്ട. സവാളയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടുന്നുണ്ട് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ സവാളയും പച്ചമുളകും നമ്മുടെ കറിവേപ്പിലയൊക്കെ നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന ആ വെളുത്തുള്ളി മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി മിക്സ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അത്രയും വെളുത്തുള്ളി അരച്ചിട്ട് നമുക്കൊരു ജസ്റ്റ് 1 ടീസ്പൂൺ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വെളുത്തുള്ളിയുടെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ്. ടേസ്റ്റിനനുസരിച്ച് നമുക്കത് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പം ഒന്നുകൂടി നന്നായിട്ടൊന്ന് ആ വെളുത്തുള്ളിയൊക്കെ ഒന്നുകൂടി ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് എല്ലായിടത്തും ഒന്ന് എത്തക്കാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ആ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ട് നിന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം ഒരു 2-3 മിനിറ്റ് ഞാനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ തക്കാളിയുടെ പകുതി മാത്രമാണ് എടുത്തിട്ടുള്ളത്. തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടും വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഞാൻ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ബാക്കിയുള്ള ആ മസാലയും കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ മിക്സ് എല്ലാം കൂടെ ഒന്നുകൂടി ഒന്ന് യോജിച്ച് കിട്ടുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ ഏകദേശം നമ്മൾ ആഡ് ചെയ്ത വെള്ളമൊക്കെ ഒന്ന് പറ്റി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞും വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ട ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങളിപ്പോൾ വിചാരിക്കും ഈ മുട്ട റെസിപ്പിയിൽ എന്താ വെറൈറ്റി ഉള്ളതെന്ന്. പക്ഷേ നല്ലൊരു ഫ്ലേവറാണ്. ആ വെളുത്തുള്ളി ആഡ് ചെയ്തതുകൊണ്ട് ഒരു പ്രത്യേക ഫ്ലേവറാണ് നമ്മുടെ ആ മുട്ട റെസിപ്പിയിൽ കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്നും അറിയിക്കാൻ മറക്കല്ല്. ഞാൻ ആദ്യം ട്രൈ ചെയ്തപ്പോൾ ഞാനും വിചാരിച്ചത് ഇതിൽ എന്ത് വെറൈറ്റിയാണ് ഉള്ളത്, എന്താണ് ഇത്ര വലിയ സംഭവം തോന്നിയായിരുന്നു. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതെല്ലാം മാറിക്കിട്ടി. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ ഞാൻ മുട്ടയെല്ലാം കൂടെ ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ടയൊക്കെ ഏകദേശം ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് പൊടിയായിട്ടരിഞ്ഞ മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടുന്നുണ്ട് വരെ നമുക്കിത് ഇളക്കി കൊടുക്കണേ. മുട്ട ഇളക്കി കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് ഇളക്കി ഒരുപാട് അങ്ങ് ചെറിയ പീസസ് ആക്കാതെ കുറച്ച് ഇതുപോലൊരു മീഡിയം സൈസ് പീസായിട്ട് കിടക്കുന്നതായിരിക്കും ഈ മുട്ടത്തോരന് രുചിയുള്ളത്. ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചായിരുന്നു. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ. നമ്മുടെ മുട്ടത്തോരൻ ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഫൈനലായിട്ട് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് മുട്ടത്തോരനകത്തിലോട്ട് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടിയും സെയിം എമൗണ്ട് 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും ചേർത്ത് കഴിയുമ്പോൾ മുട്ടത്തോരനൊരു പ്രത്യേക ഫ്ലേവറായിരിക്കും. അപ്പം 2 പൊടി ഐറ്റംസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട്
വേണമെങ്കിൽ നമുക്ക് ഫൈനലായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പക്ഷേ ഞാനിപ്പം വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മുട്ടത്തോരൻ, വെറൈറ്റി ആയിട്ടുള്ള മുട്ടയുടെ റെസിപ്പി ഇവിടെ റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ല്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.